മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വരവറിയിച്ച് വീണ്ടും ഒരു ക്രിസ്മസ്. സ്നേഹം, ത്യാഗം, സമാധാനം, മനുഷ്യ ജീവിതം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് ഇവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴാണ് എന്ന വലിയ പാഠം ലോകത്തിനു നൽകിയ യേശു ക്രിസ്തു ആ തിരപ്പിറവി യാഥാർത്ഥ്യമാക്കിയ ദിനമാണ് ക്രിസ്മസ്. തിന്മയെ മറികടന്ന് നന്മ ജയിക്കുവാൻ സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വന്ന ക്രിസ്തുവിനെ വരവേൽക്കുവാൻ പ്രതിസന്ധികൾക്കിടയിലും സമാധാന പ്രതീക്ഷയും സമന്വയിപ്പിച്ച് നാടൊരുങ്ങിക്കഴിഞ്ഞു. അപമാനവും തിരസ്കാരവും കൊണ്ട് വേദനിക്കേണ്ട ഒരു രാവ്. പ്രകാശപൂരിതമായതിന്റെ ഓർമ്മയാണ് ഓരോ ക്രിസ്മസും. വിണ്ണിലെ വെണ്ണക്ഷത്രം മണ്ണിലേക്ക്, മനുഷ്യന്റെ ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്ന വെളിച്ചത്തിന്റെ ഉത്സവം. എങ്ങും പുൽക്കൂട് നക്ഷത്രവും. പുൽക്കൂട് വിരൽ ചൂണ്ടുന്നത് ഒന്നും സ്വന്തമായി ഇല്ലാത്ത പൊന്നുണ്ണിയെ ഉണ്ണിയുടെ ഇഷ്ടം മാത്രം സംഭവിക്കണമെന്ന ആഗ്രഹത്താൽ ആദരവോടെ നിൽക്കുന്ന മാതാപിതാക്കളെയാണ്. വാനാരൂപികൾ പാടി സമാധാനം ഉണ്ണിയുടെ സാന്നിധ്യം അനുഭവിച്ചവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയുടെ നെടുവേർപ്പായി, അനുഗ്രഹത്തിന്റെ അവസരമായി, ആത്മീയ സന്തോഷത്തിന്റെ തലോടലായി, ചിലപ്പോൾ സൗഖ്യമായി, പാപമോചനമായി. അകലെയല്ല, അടുത്ത് ഈ എളിയ ജീവിതത്തിൽ അപരന്റെ ജീവിതത്തിന് അന്നമാക്കുവാനുള്ള വിശാലമായ ഒരു ഹൃദയമുണ്ടെങ്കിൽ അവിടെ പിറക്കുവാനാണ് ഉണ്ണി ഇഷ്ടപ്പെടുന്നത്. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുത്ത മോശ പറഞ്ഞതുപോലെ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. ആ ഇറങ്ങി വരുന്ന തമ്പുരാന്റെ ഉത്സവത്തിൽ പങ്കുചേരുവാൻ നാം ഒരുങ്ങിയിരിക്കുമ്പോൾ കയ്യേറ്റ ഹൃദയത്തോടെ ആ തമ്പുരാന്റെ വരവിനെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ നമുക്ക് വരവേൽക്കാം. നന്ദി.